കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉടമകളെയും റേഷൻ വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രധാന മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിന്റെ ചുമതലയിൽ നിന്ന് സപ്ലൈകോയെ പൂർണ്ണമായും ഒഴിവാക്കി. പകരം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനെ ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഏപ്രിൽ മാസം മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. എന്തുകൊണ്ടാണ് ഈ മാറ്റം? സാധാരണക്കാരനെ ഇത് എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം ആരംഭിച്ചത് 1965 ജൂലൈ 1 മുതലാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് സബ്സിഡിയോടെയുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 ഭാഗമായി 2017 മുതലാണ് സപ്ലൈകോ ഈ വിതരണ ചുമതലകൾ നിർവഹിച്ചു തുടങ്ങിയത്. FCI ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ സപ്ലൈകോയുടെ ഗോഡൌണുകളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും എത്തിക്കുന്ന വാതിൽപ്പടി വിതരണ ശൃംഖലയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. റേഷൻ വിതരണ രംഗത്ത് നിലനിന്നിരുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങളും ക്രമക്കേടുകളുമാണ് സപ്ലൈകോയെ മാറ്റുന്നതിന് പിന്നിലുള്ള കാരണം. സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധനകാര്യ പരിശോധനാ വിഭാഗം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വിതരണത്തിനായി യഥാർത്ഥ ചിലവിനേക്കാൾ കൂടുതൽ തുക ആവശ്യപ്പെടുന്നുണ്ടെന്നും ആവശ്യത്തിലധികം ജീവനക്കാരെ നിയമിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഇതിനു പുറമെ റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്ന് സപ്ലൈകോ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും സപ്ലൈകോയെ ഈ വിതരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ കാരണം. കയറ്റിറക്ക് തൊഴിലാളികളുമായുള്ള പ്രശ്നങ്ങൾ, ഗതാഗത കരാറുകാർക്ക് പണം നൽകാനുള്ള കാലതാമസം തുടങ്ങിയവയിൽ നേരിട്ട് ഇടപെടാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ പുതിയ മാറ്റത്തോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് സർക്കാർ കരുതുന്നത്. ഏപ്രിൽ മുതൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നേരിട്ടായിരിക്കും ഇത്തരം ചുമതലകൾ നിർവഹിക്കുക. FCI ഗോഡൌണുകൾ മുതൽ റേഷൻ കടകൾ വരെയുള്ള മുഴുവൻ വിതരണ ശൃംഖലയും ഇനി മുതൽ ഭക്ഷ്യവകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും. ഇതിനു പുറമെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് മില്ലുകളിൽ സംസ്കരിച്ച് അരി റേഷൻ കടകളിൽ എത്തിക്കുന്ന ചുമതലയും ഇനി മുതൽ ഭക്ഷ്യവകുപ്പ് നേരിട്ട് ഏറ്റെടുക്കും. ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ, നിയമങ്ങളിലും ചട്ടങ്ങളിലും വരുത്തേണ്ട ഭേദഗതികൾ എന്നിവ ഉൾപ്പെടുത്തി വിശദമായ ശുപാർശ തയ്യാറാക്കാൻ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം സിവിൽ സപ്ലൈസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എല്ലാ റേഷൻ കടകളും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോടെ K-സ്റ്റോർസ് എന്ന പേരിൽ നവീകരിക്കാൻ പദ്ധതിയുണ്ട്. ഇവിടെ ബാങ്കിംഗ് സേവനങ്ങളും സബ്സിഡി സാധനങ്ങളും ലഭ്യമാകും. ചുരുക്കത്തിൽ റേഷൻ വിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അർഹരായവർക്ക് കൃത്യസമയത്ത് റേഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇത് സഹായിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ ഗവൺമെന്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.